പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇന്ന് സിനിമയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആധുനിക സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അമേരിക്കക്കാരനായ ഡേവിഡ് ഗ്രിഫിത്ത്. ലൂമിയർ സഹോദരന്മാർ അറൈവൽ ഓഫ് ദ ട്രെയിൻ എന്ന ചിത്രം പ്രദർശിപ്പിച്ചത് എന്ന്? 1895 ഡിസംബർ 28 പാരീസിലാണ്. ലോക സിനിമയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഹോളിവുഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസ്. ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്രം ഏത്? പുണ്ടലിക്, 1912. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഇന്ത്യൻ ചലച്ചിത്രം രാജ ഹരിചന്ദ്ര. ഇന്ത്യൻ സിനിമയുടെ പിതാവ് ആരാണ്? ദാദാ സാഹിബ് ഫാൽക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം അലം ആര. ഇന്ത്യയിലെ ആദ്യത്തെ കളർ സിനിമ കിസാൻ കന്യ. ഇന്ത്യയിലെ ആദ്യത്തെയാണ്. മലയാളത്തിലെ ആദ്യത്തേത് കണ്ടം വെച്ച കൂട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം കാഗസ് കാ ഫൂൽ. ഇന്ത്യയിലെ ആദ്യത്തെ 70 mm അതായത് 70 mm ചിത്രം എറൗണ്ട് ദ വേൾഡ്. ഇന്ത്യയിലെ ആദ്യത്തെ 3D സിനിമ മൈ ഡിയർ കുട്ടിച്ചാത്തൻ, 1984. മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രം വിഗതകുമാരൻ. മലയാള സിനിമയുടെ പിതാവ് ആരാണ്? JC ഡാനിയൽ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ബാലൻ, 1938. മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം തച്ചോളി ഒതേനൻ. മലയാളത്തിലെ ആദ്യത്തെ 70 mm ചിത്രം പടയോട്ടം. ഇന്ത്യയിലെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ആദ്യത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ് ദേവിക റാണി റോറിച്ച്. ഓസ്കാർ അവാർഡ് അതായത് അക്കാദമി അവാർഡ് തുടങ്ങിയ വർഷം 1927-28. ആദ്യമായി ഓസ്കർ അവാർഡ് നേടിയ ചലച്ചിത്രം വിങ്സ്. ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്രോത്സവം കാൻസ് ചലച്ചിത്രോത്സവം. ഫ്രാൻസിലെ കാൻ എന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്ന കാൻ ചലച്ചിത്രോത്സവം. ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനുള്ള സ്ഥിരം വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമേത്? ഗോവ. മികച്ച ചലച്ചിത്രത്തിനുള്ള പ്രസിഡന്റിൻ്റെ സ്വർണ്ണ കമലം നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ചെമ്മീൻ. ദേശീയോദ്ഗ്രഥന സന്ദേശം പ്രചരിപ്പിക്കുന്ന മികച്ച ചലച്ചിത്രത്തിന് ദേശീയ തലത്തിൽ നൽകുന്ന പുരസ്കാരം ഏതാണ്? നർഗീസ് ദത്ത് അവാർഡ്. മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ആര്? അടൂർ ഗോപാലകൃഷ്ണൻ, 1972. മികച്ച നടനുള്ള ദേശീയ അവാർഡായ ദത്ത് അവാർഡ് ആദ്യമായി നേടിയ മലയാളി ആര്? PJ ആൻ്റണി, 1973 നിർമാല്യം എന്ന സിനിമയിൽ അഭിനയിച്ചതിന്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിക്കുള്ള ഉർവശി അവാർഡ് ആദ്യമായി മലയാള സിനിമയിൽ നേടിയതാര്? ശാരദ, 1968. തുലാഭാരം. സിനിമയുടെ പേരാണ് തുലാഭാരം. പ്രേം നസീറിൻ്റെ യഥാർത്ഥ പേര് അബ്ദുൽ ഖാദർ. മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം കണ്ടം വെച്ച കോട്ടൻ. മലയാള സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനകളെ മുൻനിർത്തി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് ഏതാണ്? JC ഡാനിയൽ പുരസ്കാരം. മലയാള സിനിമയുടെ പ്ലാറ്റിനം ജൂബിലി 75-ാം വർഷം ആഘോഷിച്ചത് എന്ന്? 2003. ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഓസ്കർ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഭാനു അത്തയ്യ, 1982 ഗാന്ധി ചിത്രത്തിലെ വേഷസംവിധാനത്തിന്. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്കൃത ചലച്ചിത്രം ഏതാണ്? ആദി ശങ്കരാചാര്യ. കോളിവുഡ് എന്നറിയപ്പെടുന്നത് എന്ത്? തമിഴ് സിനിമാ രംഗം. അതുപോലെ മോളിവുഡ് എന്നറിയപ്പെടുന്നത് നമ്മുടെ മലയാള സിനിമാ രംഗമാണ്. ഭാരതരത്നവും പ്രത്യേക ഓസ്കാറും നേടിയ ഇന്ത്യക്കാരൻ? സത്യജിത്ത് റേ. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.